ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീട്ടമ്മ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ഇവിടുത്തെ ഫംഗ്ഷനോ കാര്യങ്ങളോ യാതൊന്നുമല്ല. നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനാണ്. അപ്പം അവരുടെ അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും എല്ലാമാണ് ഞാൻ ഇടുന്നത്. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവത്തിനൊക്കെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പേര് മാത്രം കൂടി ചെയ്യുന്നൊരു കാര്യങ്ങളായിരുന്നു. ഒരു 7 പേര് അല്ലെങ്കിൽ ഒരു 9 പേര്, അങ്ങനെ ഒരു ഒറ്റസംഖ്യ അങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ അത് ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിയെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ കുറച്ച് ഫുള്ളായിട്ടില്ല, കുറച്ച് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ സന്തോഷങ്ങളും ആ കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കതൊക്കെ കാണാം. അപ്പം നമുക്ക് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകണം. നമുക്കന്നേരം വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നാന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പേ ആദ്യം പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുവേണ്ടി രാവിലെ വന്നതാണ്. അപ്പം ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ്, ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഒരു ശകലം തോർന്നു നിൽക്കുന്നുള്ളൂ. അപ്പം രാവിലെ അവർ പന്തലൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പം നമുക്ക് വീടിനകത്തേക്ക് കയറാം. ഇതൊരു കൊച്ചു ഫാമിലിയാണ്, പക്ഷേങ്കിൽ അവിടെ ഒരുപാട് അംഗങ്ങളുണ്ട്. പക്ഷേ ഈ വീട്ടിലുള്ളവരെന്ന് ശരിക്കും പറഞ്ഞാൽ അവർ അച്ഛനും അമ്മയും 2 മക്കളും പിന്നെ അവരുടെ ഭാര്യമാരും പിന്നെ ഒരു കൊച്ചു മോനും കൂടെ ഉണ്ട്. ഇതാണ് ഈ ഫാമിലിയിലുള്ളവർ. ഇതിൽ ഇപ്പം ഇന്ന് ഈ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അങ്ങനെ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള അവരുടെ ബന്ധുക്കാരും അടുത്തുള്ളവരും അവരെല്ലാവരും വന്നൊക്കെ തുടങ്ങി. അവരെല്ലാം വന്നു. അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷവും കഥ പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങ് പോന്നു. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും ഒരു സങ്കടം തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ആ കുട്ടി അന്നേരം തൊട്ട്, അതിൻ്റെ പേര് അഞ്ജു എന്നാണ്. അഞ്ജു അന്നേരം തൊട്ട് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീഡിയോ കോളിലാണ്. അവിടെ ഞാൻ രാവിലെ ചെല്ലുമ്പോഴും അതായിരുന്നു. അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എടുക്കുക. സത്യം പറഞ്ഞാൽ പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാലും എന്നതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ ഫാമിലിയെ മിസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറയുന്നത്. എന്നാ ഒരു ഫംഗ്ഷൻ വെച്ചാലും അവർക്ക് അകലെ നിന്ന് മാത്രം അത് കാണാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം ആ കൂടെ നിൽക്കേണ്ടതല്ലേ എല്ലാ കാര്യത്തിലും. ചേച്ചിയാണെങ്കിലും തലേദിവസം പറഞ്ഞിരുന്നു, ജീന ഇന്ന പോലെ അവനില്ല എന്നുള്ളൊരു വിഷമമുണ്ട്, കാര്യം ഫംഗ്ഷനൊക്കെ കിടക്കുമ്പം കൊച്ചിന് അതിനൊരു വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് എല്ലാം നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു സന്തോഷം തരുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ചെറിയൊരു സങ്കടങ്ങളൊക്കെ വരും. പക്ഷേ അതൊരു വലിയൊരു സന്തോഷത്തിനുള്ളൊരു തുടക്കമായിരിക്കും. അപ്പം നമുക്ക് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. എല്ലാവരും ഒക്കെ വന്നു.
കുട്ടിയുടെ അമ്മയും അമ്മായിയമ്മയാണ്. രണ്ടമ്മമാരുടെ ഇടയ്ക്ക് നിന്നുള്ള ഫോട്ടോ എടുപ്പും പിന്നെ ചേട്ടത്തിയുടെ കൂടെ നിന്നുള്ളതും അങ്ങനെ അവർ ഫാമിലിയിലുള്ളവരെല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിൽ അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ കൈ കാണാം. അതിടയ്ക്ക് ആ വീഡിയോ കോൾ കട്ടായിപ്പോയി. അതാണ് അന്നേരം ആ നോക്കുന്നത്. പക്ഷേ ആൾ ഹോളിലുണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് അതങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് ഫോട്ടോയും കൂടെ വരേണ്ടി. പക്ഷേങ്കിൽ അത് ഇടയ്ക്ക് കട്ടായിപ്പോയി. അത് കഴിഞ്ഞ് അന്നേരം തന്നെ വിളിച്ചു കേട്ടോ. ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പതിയെ അവിടെ നിന്ന് ഇനി അടുത്ത ചടങ്ങിലേക്ക് പോകണം. അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ്. അവർ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നടന്ന് അതെല്ലാം കഴിഞ്ഞേച്ച് പെൺകുട്ടിക്ക് കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ ഡ്രസ്സുകൾ കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ അങ്ങനെ അമ്മയ്ക്ക് മോതിരം കൊടുക്കുന്നു. അമ്മായിയമ്മയ്ക്ക് മോതിരം കൊടുക്കുന്നു. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതും ഓരോ മതക്കാർക്കും അവരുടേതായ രീതിയിലുള്ള ചടങ്ങുകളാണ് ഈ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്. ഇവർ ഇങ്ങനെ എനിക്കൊന്ന് ഹസ്ബൻഡിനാണെന്ന് തോന്നുന്നു സ്വർണം കൊടുക്കുന്നത്. പക്ഷേ ആൾ നാട്ടിലില്ലാത്തതുകൊണ്ട് അത് അമ്മയുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. എങ്കിലും അങ്ങനെ മോതിരം ഇടുകയും അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പതിയെ കുട്ടി അവിടുന്ന് ഇറങ്ങുകയാണ്. കുട്ടികളുടെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അവരെല്ലാവർക്കും പോകാറൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സങ്കടം വരുമല്ലോ. അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ആ സമയത്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരു ചെറിയ വിഷമം. അത് അവിടുത്തെ ചേച്ചിയുടെ മുഖത്ത് നല്ലപോലെ കാണാനുണ്ട് ഒരു സങ്കടം. അപ്പം അത് വിളിച്ചുകൊണ്ട് അവർ അവിടുന്ന് ഇറങ്ങാൻ സമയമായി. വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ചടങ്ങിൻ്റെ. അപ്പം അവരവിടുന്ന് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എതിരെ ശകുനം വരിക എന്ന് പറയും. അത് മിക്കയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കയിടത്തും അല്ല, എല്ലായിടത്തും. കാര്യം ഓരോ മതക്കാർക്ക് ഓരോ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചിലർക്ക് അമ്മായിയമ്മയായിരിക്കും ഇങ്ങനെ ശകുനം വരുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കും. മിക്കയിടത്തും ഞാൻ ഹസ്ബൻഡാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ എനിക്കൊന്നിപ്പം പുള്ളി നാട്ടിലില്ലാത്തതുകൊണ്ടായിരിക്കാം
ചേച്ചി തന്നെയാണ് വിളക്ക് കത്തിച്ച് ഇങ്ങനെ വന്നത്. അപ്പം ഞാൻ ഓരോരുത്തരുടെയും ഇത് കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഹസ്ബൻഡ് ഒരു ചെറിയൊരു മൊന്തയിൽ വെള്ളമായിട്ട് ഈ പെൺകുട്ടി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അതിന് നേരെ എതിരെ ഇങ്ങനെ നടന്നു വരിക, അല്ലെങ്കിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് നടന്നു വരിക, അങ്ങനെയൊക്കെ ഓരോരോ ശകനങ്ങളൊക്കെ വരുന്നതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. പക്ഷേങ്കിൽ എന്നാ പുരോഗമനമായെന്ന് പറഞ്ഞാലും അതൊക്കെ ഇപ്പോഴും ആൾക്കാരൊക്കെ ആ രീതികളൊക്കെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാർ ചെയ്ത രീതികളൊക്കെ അതൊക്കെ ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. എന്നാന്ന് പറഞ്ഞാലും നമ്മൾ എത്ര പുരോഗമനമാണെന്ന് പറഞ്ഞാലും നമ്മൾ ആ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അതായത് രീതി ചെയ്ത് പോകുമ്പോഴത്തേക്ക് തന്നെ ആ ചടങ്ങുകളൊക്കെ അതിനൊരു പൂർണ്ണത വരത്തുള്ളൂ. അപ്പം അവിടുന്ന് ആ ശകനം ഇതെല്ലാം കഴിഞ്ഞ് പെൺകുട്ടി പതിയെ ഇറങ്ങുകയാണ് പോകാനായിട്ട്. കൂടെ വന്നവരും എല്ലാം ഇറങ്ങുകയാണ്. അവരെ യാത്ര അയക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇനി നടക്കുന്നത്. ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നതെന്ന് വെച്ചാൽ ഒരു തുള്ളി മഴ പെയ്തില്ല കേട്ടോ. ഈ തലേദിവസം മുഴുവൻ മഴയായിരുന്നു, വെളുപ്പിനെയും മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പക്ഷേങ്കിൽ ഈ ഫംഗ്ഷൻ തുടങ്ങി ആ നിമിഷം മുതൽ ആ കുട്ടി പോയി അവരെല്ലാം വണ്ടിയെ കയറി അവിടെ വന്നവരും പോകുന്നിടം വരെ മഴ പെയ്തിട്ടില്ലെന്നുള്ളതാണ്. അത് ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ചേച്ചി പറഞ്ഞു മഴ പെയ്താൽ എന്നാ ചെയ്യും, മൊത്തം ചടങ്ങൊക്കെ ഇതാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേങ്കിൽ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കേട്ടോ പുള്ളിക്കാരി. ആ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നു. അതായിരിക്കും അത്രയും നേരവും ആ മഴ ഒരു ശകലം പെയ്തില്ല. അത് കഴിഞ്ഞ് മഴ തകർത്ത് പെയ്തു കേട്ടോ. വൈകുന്നേരം നല്ല മഴയായിരുന്നു. അങ്ങനെ അവരെ യാത്രയാക്കി വെച്ച് വീണ്ടും അവർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ ഇനി അയൽവക്കത്തുള്ളവരും എല്ലാം ഉണ്ട്. അവരെല്ലാവരും ഈ കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം എല്ലാവർക്കും കൊടുത്തു വിടുകയും അയൽവക്കത്തെല്ലാം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ ഈ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ തീരുകയാണ്. എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയവുമായി. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. മഴയൊക്കെ ആണെങ്കിൽ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും സിറ്റുവേഷൻ ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഭയങ്കര മഴയാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ സമയത്ത് ഇതുപോലെ മഴയായിരുന്നു. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം.